ചെവിയിലെ കർണപടം അഥവാ ഇയർഡ്രമിലുള്ള സുഷിരങ്ങൾ റിപ്പയർ ചെയ്യുന്ന സർജറിയാണ് ടിമ്പാനോപ്ലാസ്റ്റി. ഇങ്ങനെ സുഷിരങ്ങൾ നിൽക്കുന്നത് മൂലം ചെവിയിൽ കേൾവിക്കുറവിനും അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചെവിയിൽ നിന്നും പഴുപ്പ് വരുന്നതിനും അത് കാരണമാകുന്നു. അതുകൊണ്ട് 3 മാസത്തിൽ തനിയെ ഹീലാവാത്ത സുഷിരങ്ങൾ ട്രീറ്റ്മെൻറ്റ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് ടിമ്പാനോപ്ലാസ്റ്റി എന്ന സർജറിയാണ്. ടിമ്പാനോപ്ലാസ്റ്റി സർജറിക്ക് ശേഷം രോഗിയെ അടുത്ത ദിവസം തന്നെ ഡിസ്ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ ഡിസ്ചാർജ് ആയതിനു ശേഷം അവർക്ക് അവരുടെ നോർമൽ റൊട്ടീൻ ആക്ടിവിറ്റീസും നോർമൽ ഡ്യൂട്ടീസും ചെയ്യുന്നതിന് യാതൊരുവിധ തടസ്സങ്ങളും ഉണ്ടായിരിക്കുന്നതല്ല. ആയാസകരമായ പണികൾ മാത്രം ഒഴിവാക്കുക. ഉദാഹരണത്തിന് ഭാരമേറിയ വസ്തുക്കൾ എടുത്തുയർത്തുന്നത് ഒഴിവാക്കണം. അതേപോലെ ചെവിക്കുള്ളിലെ പ്രഷർ വ്യതിയാനം വരുത്തുന്നതായ പ്രവൃത്തികൾ, പ്രത്യേകിച്ച് മൂക്ക് ശക്തമായിട്ട് ചീറ്റാതിരിക്കുക, അതേപോലെ മുഖം അമർത്തി പിടിച്ച് തുമ്മാതിരിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതിയാകും. ചെവിയുടെ പിൻഭാഗത്തായിട്ട് മടക്കിലാണ് ഇതിൻ്റെ ഇൻസിഷൻ അഥവാ സ്റ്റിച്ചുകൾ വരുന്നത്. ചെവിയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് പഴുപ്പ് വരുന്നതും കേൾവിക്കുറവും അതുകൊണ്ട് നിസ്സാരമായി കണ്ട് നാം അവഗണിക്കരുത്. കൃത്യസമയത്ത് ശരിയായുള്ള ട്രീറ്റ്മെൻറ്റിൽ കൂടി നമുക്ക് നമ്മുടെ കേൾവി ശക്തിയെ സംരക്ഷിക്കാൻ സാധിക്കും.